إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയരായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും വർഷിച്ച് ഇനി ഒരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെയെല്ലാം അവങ്കിലേക്ക് തന്നെ കൃത്യമായി മടക്കുവാൻ കഴിവുള്ളവനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേയല്ല ആമുഖമായി ആദ്യം എന്നെ, ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുന്നത് പോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാതെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. നമുക്കത് കൃത്യമായ ബോധ്യമുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളത് ഇല്ലാ ലിയുവഹിദൂൻ എന്നുകൂടി കാണാൻ സാധിക്കും. വെറുതെ ആരാധിക്കാൻ വേണ്ടിയല്ല, ഇല്ലാ ലിയുവഹിദൂൻ ഏകനാക്കി ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ തൗഹീദ് എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതിലാദ്യത്തേതാണ് തൗഹീദ്, രണ്ടാമത്തേതാണ് ആഖിറത്ത്, മൂന്നാമത്തേതാണ് റിസാലത്ത്. അപ്പോൾ അതിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ 3-1 തൗഹീദ്, ഈ തൗഹീദ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പ്രയാണമില്ല. സത്യവിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. അപ്പോൾ എന്താണ് തൗഹീദ്? നമ്മൾ അറിയുന്നവരാണ് തൗഹീദ് എന്താണ്, അതിന്റെ വശങ്ങൾ എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്, അത് ബാത്തിലാകുന്നത് എപ്പോഴാണ്, അതിന്റെ പൂർണ്ണത എപ്പോഴാണ്, ഇതിനെപ്പറ്റിയെല്ലാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകഴിഞ്ഞവരുമെല്ലാമാണ് നമ്മൾ. എങ്കിലും ചില സമയത്ത് ഉണർത്തലുകൾ ആവശ്യമായി വരും. ഉണർത്തലുകൾ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ വിസ്മൃതിയിലേക്ക് പോകുന്നത്. പല വിഷയങ്ങളും ഓർത്തിരിക്കേണ്ട നമ്മൾ അതിന്റെ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട ചില വിഷയങ്ങൾ നിരന്തരം കേട്ടിട്ടില്ല എങ്കിൽ നമ്മൾ വിസ്മൃതിയിലേക്ക് പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും, അറബിയിൽ ഏതൊരു വിഷയവും, ദീനിൽ ഏതൊരു വിഷയവും അതിന് 2 അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം, ഭാഷാപരമായും സാങ്കേതികമായും. തൗഹീദ് എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ഏകനാക്കുക. വഹദ എന്ന അറബി
ക്രിയയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള വാക്ക്, അതിൽ നിന്നും നിഷ്പന്നമായിട്ടുള്ള വാക്കാണ് തൗഹീദ്. വഹദ, ഏകനാക്കുക, അല്ലെങ്കിൽ ഏകനാക്കി, ഒറ്റയാക്കുക, മറ്റെല്ലാത്തിൽ നിന്നും അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദ്. തൗഹീദ് ഹുവൽ ഇൽമു ബില്ലാഹ് വാഹിദൻ ലാ നദീറ ലഹു. എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? വാഹിദാണ്, ഏകനാണ്. അള്ളാഹു ഒരുവനാണ്. ലാ നദീറ ലഹു, അവന് ഒരു തരത്തിലുമുള്ള സമാനതകളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ഒന്നും തന്നെയില്ല. അള്ളാഹുവിനെ നമുക്ക് എന്തിനോടെങ്കിലും ഉപമിക്കാൻ സാധിക്കില്ല. അള്ളാഹു ഇന്നയാളെ പോലെയാണ്, ഇന്നതിനെ പോലെയാണെന്ന് പറയാൻ സാധിക്കില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനൊരു ഉപമയുമില്ല, അള്ളാഹുവിന് സമാനതകളുമില്ല. ലാ നദീറ ലഹു, അവനെ ഉപമിക്കാൻ ഒന്നും തന്നെയില്ല. ഫമൻ ലം യഅരിഫില്ലാഹ കദാലിക, അള്ളാഹുവിനെ ആരെങ്കിലും ഇതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഔ ലം യസിഫ്ഹു ബിഅന്നഹു വാഹിദ് ലാ ശരീക ലഹു, അള്ളാഹുവിന് യാതൊരു ശരീക്കുമില്ല, യാതൊരു പങ്കുകാരുമില്ല, യാതൊരു കൂട്ടുകാരുമില്ല, യാതൊരു കുടുംബക്കാരുമില്ല, അള്ളാഹുവിന് സന്താനങ്ങളുമില്ല, അവനാരുടെയും സന്താനവുമല്ല എന്നുള്ള ഈ രീതിയിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഫഇന്നഹു ഗൈറ മുവഹ്ഹിദിൻ ലഹു, അയാൾ ഒരു മുവഹ്ഹിദാണെന്ന് പറയാൻ സാധിക്കില്ല. നമ്മളൊക്കെ മുവഹ്ഹിദുകളാണ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ ഏകനാക്കി ആരാധിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൽ എന്തിനെങ്കിലും പങ്കു ചേർക്കുക എന്നുള്ളത് മനസ്സിൽ പോലും ചിന്തിക്കാൻ പോലും സാധിക്കാത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ളവരാണ് മുവഹ്ഹിദുകൾ. ഇനി എന്താണ് ഇതിന്റെ സാങ്കേതിക അർത്ഥം? ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി മിനൽ ഉലൂഹിയ വറുബൂബിയ വൽ അസ്മാ വസിഫാത്ത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തൗഹീദിനെ 3 വിഭാഗങ്ങളാക്കി ഉലമാക്കൾ മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് തൗഹീദിനെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി തൗഹീദുർ റുബൂബിയ, രണ്ടാമതായി തൗഹീദുൽ ഉലൂഹിയ, മൂന്നാമതായി തൗഹീദുൽ അസ്മാ വസിഫാത്ത്. അപ്പോൾ ഈ 3 ഇനങ്ങളിലും ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുമ്പോൾ അയാളുടെ തൗഹീദിന് ശരിയുത്തരം അല്ലെങ്കിൽ 100ൽ 100 ലഭിക്കുന്നുള്ളൂ. 3ൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഈ 3ൽ ഒന്നിൽ ഞാൻ അള്ളാഹുവിനെ ഏകനാക്കാം, മറ്റു രണ്ടും എനിക്ക് സാധിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ തൗഹീദ് പൂർണ്ണമല്ല. എന്ന് മാത്രമല്ല, അയാൾക്ക് തൗഹീദ് തന്നെയില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടവരാണ്. ശ്രദ്ധിക്കുക, നമ്മളുടെ തൗഹീദ് ശരിയാണോ എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഈ 3 ഇനം എന്നുള്ളത് നമ്മൾ കൃത്യമായി തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുക. അത് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ നമുക്ക് പറയാം, എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ ഇഅ്തിഖാദു അന്നല്ലാഹ വാഹിദ് ലാ ശരീക ലഹു, അല്ലാഹു ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന അടിയുറച്ച വിശ്വാസം. ഇഅ്തിഖാദ്, അത് ഹൃദയത്തിലാണുള്ളത്, നാവിലല്ല, വാക്കുകളിലല്ല, അല്ലെങ്കിൽ മറ്റെന്തിലെങ്കിലുമല്ല. ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം, അല്ലാഹു ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ഫി റുബൂബിയതിഹി വ ഉലൂഹിയതിഹി വ അസ്മാഇഹി വ സിഫാതിഹി, ഈ 3 കാര്യങ്ങളിൽ. അപ്പോൾ ഇതിനെ വളരെ കൃത്യമായി തന്നെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് തൗഹീദിന്റെ പൂർണ്ണത ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമെല്ലാം തൗഹീദിനെ കുറിച്ച് ഒരുപാടും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വാക്ക്, തൗഹീദ് എന്ന ഒരു വാക്ക് കാണില്ല എന്ന് മാത്രം. അതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ, നമ്മളോട് ആരെങ്കിലും പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന, യാതൊരു ശങ്കയുമില്ലാതെ മുവഹ്ഹിദുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്ക് പറയാൻ എളുപ്പം സാധിക്കും. പറയുക ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്, അഹദ്, അവൻ ഏകനാണ്, അല്ലേ? അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദിന്റെ വിളംബരമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഇത്രമേൽ വിളിച്ചോതുന്ന മറ്റൊരു വചനവും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിച്ചെന്നു വരില്ല. അള്ളാഹു മറ്റാരുടെയും ആശ്രയമില്ലാത്തവനും ആരുടെയും സന്തതിയോ ആരുടെയും പിതാവോ ആകാത്തവനും യാതൊന്നിനും തുല്യപ്പെടുത്താൻ സാധിക്കാത്ത, യാതൊരു സാദൃശ്യവും നൽകാൻ സാധിക്കാത്തവനുമാണ് എന്നും അവൻ ഏകനാണ് എന്നും കൃത്യമായി പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാൻ സാധിക്കും. വഇലാഹുകും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ആരാണ്? നിങ്ങളുടെ ആരാധന ആരാണ്?
ഏകനായ ആരാധന. ലാ ഇലാഹ ഇല്ലാ ഹുവ അർ-റഹ്മാനുർ റഹീം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ യാഥാർത്ഥ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനോളം വലിയ സത്യം മറ്റൊന്നില്ല. അതിനെ കവച്ചു വെക്കുന്ന മറ്റൊരു വസ്തുത മറ്റൊന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ആ ഒരു വാചക ഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലാ ഇലാഹ അതൊരു ആദ്യം തന്നെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരു നിഷേധമാണ്. ഒരു നിഷേധം. ലാ ഇലാഹ ആരാധ്യരില്ല. ഇല്ലല്ലാഹ് ഇനി അത് അള്ളാഹുവിലേക്ക് മാത്രമായി നമ്മൾ സ്ഥാപിക്കുകയാണ്, അല്ലാഹയല്ലാതെ. അപ്പോൾ ആരാധ്യരില്ല എന്നതിന്റെ അർത്ഥം അല്ലാഹയല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നും ആരാധിക്കപ്പെടുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അത് മാത്രമേ ലഭിക്കൂ. പക്ഷേ അർഹതയെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. ഈ ലോകത്ത് സകലതും ആരാധിക്കപ്പെടുന്നു. മുരട് മൂർഖൻ പാമ്പ് മുതൽ അതുപോലെ തന്നെ കല്ല് മരങ്ങൾ വരെ, അല്ലെ, പണ്ട് മുതലേ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. നമ്മളുടെ മുമ്പ് കടന്നുപോയ സാരഥികൾ, ഇസ്ലാഹി സാരഥികൾ, മഹാന്മാരായ പണ്ഡിതന്മാർ പ്രയോഗിച്ച വാക്കുകളായിരുന്നു ഇതെല്ലാം. അവർ ഇങ്ങനെയെല്ലാം ആരാധിക്കപ്പെടുന്നു. ഈ ലോകത്തെ സകലതും പലതും ആരാധിക്കപ്പെടുന്നു. എന്നാൽ അവയൊന്നും തന്നെ ആരാധന അർഹിക്കുന്നില്ല. ആരാധന അർഹിക്കുന്നവൻ ആരും മാത്രം? അള്ളാഹു മാത്രം. അതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരമമായ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഹഖ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പലതും ആരാധിക്കപ്പെടുന്നു, പക്ഷേ ആ ആരാധിക്കപ്പെടുക എന്ന ഹഖ് ആർക്കേ ഉള്ളൂ? അള്ളാഹ്ക്കേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും എല്ലാം ഒരുപാട് രംഗങ്ങളിൽ നമ്മളത് കാണുന്നു. നമ്മളത് ആവർത്തിക്കുന്നില്ല, നമുക്കറിയാം. ഇനി അത് തെളിയിച്ചിട്ട് വേണ്ട. തൗഹീദ് ഇസ്ലാമികമാണെന്നറിയാൻ ഇനി ആയത്തുകളും ഹദീസുകളും നമുക്ക് കേൾക്കണമെന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും ഈ തൗഹീദ് നമ്മൾ പറഞ്ഞതുപോലെ 3 ഇനങ്ങളായിട്ടുള്ളത്. ആദ്യത്തേത് എന്താണ്? തൗഹീദുർ റുബൂബിയ്യ. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ. ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി കൽ ഖൽഖ് വൽ മുൽക് വത്തദ്ബീർ വൽ ഇഹ്യാ വൽ ഇമാത. അല്ലാഹുവിനെ ഏകനാക്കുക. ഇഫ്റാദുല്ലാഹ് എന്തിൽ? അള്ളാഹുവിന്റെ പ്രവൃത്തികൾ. ഏതുപോലുള്ള? സൃഷ്ടിപ്പ് പോലെ, മുൽക്ക് പോലെ, പരമാധികാരം, അതുപോലെ തന്നെ നിയന്ത്രണം, അതുപോലെ തന്നെ ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപരമായ റബ്ബ് അള്ളാഹു ആകുവാനുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കുക. അള്ളാഹ് മാത്രമേ റബ്ബുള്ളൂ. ഇതാർക്കും സംശയമില്ല. മക്ക മുശ്രിക്കുകൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ لَيَقُولُنَّ اللَّهُ فَأَنَّىٰ يُؤْفَكُونَ. നബിയെ, താങ്കളെങ്ങാനും അവരോട് ചോദിക്കുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും ഈ സൂര്യചന്ദ്രാദികളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് സംശയമില്ല. ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും ഫഅന്നാ യുഫകൂൻ. പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? വലൈൻ സഅൽതഹും മൻ നസല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്നും വെള്ളം ഇറക്കി തരുന്നവൻ ആരാണ്? ഫഅഹ്യാ ബിൽ അർള മിൻ ബഅദി മൗതിഹാ, ഭൂമി ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നും അതിനെ ജീവിപ്പിച്ച് അതിൽ നിന്നും സസ്യലതാദികളെ പുറത്തു കൊണ്ടുവന്നവൻ ആരാണ് എന്ന് ചോദിച്ചാലും അവർ പറയും അല്ലാഹ്. ഖുലിൽ ഹംദുലില്ലാഹ്, നബിയെ അൽഹംദുലില്ലാഹ് എന്ന് പറയൂ. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, എന്നിട്ടും ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതൊക്കെ അല്ലാഹുവാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടും ആരാധ്യതയുടെ വിഷയത്തിൽ അവർ സമ്മതിക്കുന്നില്ല. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ് ഫഅന്നാ യുഫകൂൻ. അവരോട് ഇന്നും ചോദിക്കൂ, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നവൻ ആരാണ് എന്ന് ചോദിച്ചാലും അവർ പറയും അല്ലാഹുവാണ്. എന്നിട്ടും ഇവർ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നതെന്ന് അല്ലാഹു ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഖേദകരമായ കാര്യം എന്താണ്? ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്താണ്? മക്കാ മുശ്രിക്കുകളുടെ ശിർക്കിനെ ഏതു രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്? അവരോളം ശിർക്ക് ചെയ്യുന്ന ആ ശിർക്ക് ചെയ്യുന്ന ആളുകളെ എത്ര പതിതരായിട്ടാണ് ഇസ്ലാം കണ്ടത്. എന്നാൽ ഇന്ന് അവർക്ക് പോലും സംശയമില്ലാതിരുന്ന വിഷയമാണ് അല്ലാഹുവിന്റെ റുബൂബിയത്ത്. എന്നാൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ റബ്ബ്, അല്ലാഹു അല്ലാത്ത റബ്ബുണ്ടെന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പേരെടുത്തു പറയേണ്ടതില്ല, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നുള്ള നിലക്ക് കേട്ടിട്ടുണ്ട്. കോഴിക്കോടുള്ള ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഷേഖ്, മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളുടെ പേരിൽ ആളുകൾ ഇത് ആരോപിക്കുന്നത്, ഇത് അവരോധിക്കുന്നത്.
അയാളാണോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും അതെ, അയാൾ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, നഊദു ബില്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹം ഉള്ളപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ദൗത്യം ഇനിയുമുണ്ട് ഒരുപാട് ചെയ്തു തീർക്കുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കാന്തപുരത്തുള്ള ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഇവിടെ ദുനിയാവിൽ ഒരു തീരുമാനവും എടുക്കില്ല, നഊദു ബില്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത അണികൾ, അല്ലെങ്കിൽ അവരെ പിന്തുടരുന്ന ആളുകൾ, ഇവര് മുസ്ലിങ്ങളാണ്. ഇവരും മുസ്ലിങ്ങളായി അറിയപ്പെടുന്നു. മക്ക മുശ്രിക്കുകൾക്ക് പോലും ഇത്ര ധാർഷ്ട്യം നമ്മൾ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഏതു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിയ വഴികേടിന്റെ സമൂഹത്തിൽ ആണ് നമ്മളുടെ ഭാഗധേയം, നമ്മളുടെ ജീവിതം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ബദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആരോട് പ്രാർത്ഥിച്ചിട്ട അബൂ ജഹൽ ഇറങ്ങുന്നത്? ആരോട് പ്രാർത്ഥിച്ചിട്ടാണ് 1000-ഓളം വരുന്ന ആ ഒരു സംഘം മുസ്ലിങ്ങൾക്കെതിരെ വരുന്നത്? ആരോടാ? ലാത്തയോടാണോ, ഉസ്സയോടാണോ, അനാത്തയോടാണോ? അല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ബദർ യുദ്ധത്തിന് ഇറങ്ങുന്നു. നമ്മൾ ഇവിടെ കാണുന്നതോ അള്ളാഹ് അല്ലാത്തവരോട് വിളിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ, ഈ പറഞ്ഞ റബ്ബ് റുബൂബിയത്തിൽ തന്നെ പങ്കുചേർക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗം. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഇത് കുറ്റപ്പെടുത്തലല്ല, ഒരു വിഭാഗത്തെ മുശ്രിക്കുകളാക്കുകയല്ല, മറിച്ച് നമുക്ക് മനസ്സിലാകണം നമ്മൾ എത്ര വലിയ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്ന്. അക്കൂട്ടരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്നതിൽ നമ്മൾ ശുക്ർ ചെയ്യണം അള്ളാഹുവിനെ. എന്ന് മാത്രമല്ല, അക്കൂട്ടരോടൊരു എത്ര പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിൽ തോന്നുകയും വേണം. എത്ര വലിയ വഴികേടിലാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്ക മുശ്രിക്കുകളെക്കാൾ പിഴച്ചു പോയ അവസ്ഥയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, റുബൂബിയത്ത് എന്നാൽ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ മാത്രം. അവനല്ലാതെ സൃഷ്ടിക്കുന്നില്ല, അവനല്ലാതെ ഉടമപ്പെടുത്തുന്നില്ല, അവനല്ലാതെ നിയന്ത്രിക്കുന്നില്ല, അവനല്ലാതെ ജീവിപ്പിക്കുന്നില്ല, അവനല്ലാതെ മരിപ്പിക്കുന്നില്ല, അവനല്ലാതെ ഉപജീവനം നൽകുകയില്ല. അള്ളാഹുവിനല്ലാതെ നമ്മളുടെ കാര്യങ്ങളിൽ ഏതു വിധേനയും കുൻ ഫയകൂൻ, ഇന്നമാ അംറുഹു, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഇദാ അറാദ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, കുൻ എന്ന വാക്കിന്റെ മാത്രമേ താമസമുള്ളൂ. അള്ളാഹുവിന് ഒരു കാര്യം ഉണ്ടാകണം, ഒരവസ്ഥ ഉണ്ടാകണം, ഒരു സംഭവം ഉണ്ടാകണം എങ്കിൽ കുൻ എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ, ലോകം വളരെ അസമാധാനത്തിലേക്ക്, പ്രത്യേകിച്ചും മധ്യേഷ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറബ് ലോകങ്ങൾ ഉൾപ്പെടെ അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? അള്ളാഹുവിന് കുൻ എന്ന് പറയേണ്ടതേ ഉള്ളൂ. ഇതെല്ലാം സമാധാനത്തിലേക്ക് മാറുവാൻ. നമ്മൾ ഇന്ന് വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അതുപോലെ സാമൂഹിക അവസ്ഥകൾ എല്ലാം മാറി മറിയുവാൻ അള്ളാഹുവിന് കുന്നിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ തന്നെ എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടോ, നമ്മളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടോ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പല ക്ലേശങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ, അള്ളാഹുവിന് കുന്നിന്റെ ആവശ്യമേ ഉള്ളൂ അത് മാറുവാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുക. അതുപോലെ തന്നെ കൂടുതലായ വിഷയം പറഞ്ഞു പോകുവാൻ നമുക്ക് സമയമില്ല. തൗഹീദുർ റുബൂബിയ, ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുക. റബ്ബല്ലാഹ്, അല്ലാഹ് അല്ലാതെ റബ്ബില്ല, അല്ലെ? അന റബ്ബുകുൽ അഅല എന്ന വിഡ്ഢിത്തരം, അല്ലെ? ഈ ലോകം കേട്ട ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിച്ചൊരുവനുണ്ടായിരുന്നല്ലോ, ഫിർഔൻ, നഊദു ബില്ലാഹ്. അങ്ങനെ വാദിച്ച ഫിർഔൻ എന്തു പറ്റി? ഇനി നമ്മളുടെ സമുദായത്തിലേക്ക് അങ്ങനെ ഒരാൾ കൂടി വരുവാനേ ബാക്കിയുള്ളൂ. ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഒരാൾ വരുവാനേ ഇനി ഫിത്നകൾ ബാക്കിയുള്ളൂ. അതല്ലാത്തതെല്ലാം വന്നിട്ടുണ്ട്, അല്ലെ? സഹോദരങ്ങളെ, മനസ്സിലാക്കുക, റബ്ബ് അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൽ മാത്രം ആ റുബൂബിയത്ത്, അതിൽ അവനിൽ വരമേൽപ്പിക്കുക. എന്റെ റബ്ബ് അള്ളാഹുവാണ്, എന്നെ പടിപടിയായി വളർത്തുന്നവൻ, എന്നെ സൃഷ്ടിച്ച് വളർത്തി. ഞാൻ എന്റെ ഉമ്മ പോലും എന്നെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത്, എന്റെ വാപ്പ പോലും എന്നെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത്, എന്റെ ഉമ്മക്ക് എന്നെ നോക്കാനും പരിപാലിക്കാനും പറ്റാത്തൊരു സമയമുണ്ടായിരുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, അല്ലെ, ഉമ്മക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു?
അള്ളാഹുവാണ് ഉമ്മയുടെ പുക്കിൽ കൊടിയും എന്റെ പുക്കിൽ കൊടിയും ചേർത്തുകൊണ്ട് അതിലൂടെ എന്നെ ഭക്ഷിപ്പിച്ചവൻ. ഓരോ സമയത്തും എനിക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നൽകിയവൻ, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അവനാണ് റബ്ബ്, അവൻ മാത്രമാണ് റബ്ബ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് തൗഹീദുർ റുബൂബിയ്യ. ഈ തൗഹീദുൽ ഉലൂഹിയ്യ, എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യ? അള്ളാഹുവിന്റെ ആരാധ്യതയിലുള്ള ഏകത്വം. ഇപ്പൊ റബ്ബ് അള്ളാഹുവാണ് എന്ന് മനസ്സിലായ ഒരാൾക്ക് തൗഹീദുൽ ഉലൂഹിയ്യത്ത് തിരിയുകയുള്ളൂ. എന്തിന് അള്ളാഹുവിനെ ആരാധിക്കണം, എന്തിനു വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് തൗഹീദുർ റുബൂബിയ്യ. സൂറത്തുൽ ബഖറയിൽ, പരിശുദ്ധ ഖുർആനിൽ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന അള്ളാഹു മനുഷ്യരെ ആഗമനം വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സന്ദർഭം, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കൂ. അതെല്ലാം ഉണ്ട്. പിന്നെ ഒരു ചോദ്യമില്ല, ഉഅ്ബുദുല്ലാഹ എന്നല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കാനാണ്. ആരാണ് റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ച്, നിങ്ങളെ പരിപാലിച്ച്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പടിപടിയായി നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്ന, ഓരോ സമയത്തും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം നൽകി നിങ്ങളെ ഏതു വിധേനയും നിയന്ത്രിക്കാൻ കഴിവുള്ള, നിങ്ങളെ എപ്പോൾ മരിപ്പിക്കണമോ അപ്പോൾ അള്ളാഹുവിലേക്ക് മടക്കുവാൻ കഴിവുള്ള അവനെ നിങ്ങൾ ആരാധിക്കാനാണ് പറഞ്ഞത്. പിന്നെ സംശയമില്ല, ഉഅ്ബുദൂ റബ്ബക്കും, അതിൽ തീർന്നുവല്ല. പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു റബ്ബാണെങ്കിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതാണ് യാഥാർത്ഥ്യം. ഇതിൽ ബുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ഇത്രയും എല്ലാം സംവിധാനിച്ച അള്ളാഹുവിനാണ് ആരാധ്യത, അത് അള്ളാഹു മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നും നമുക്ക് കാണില്ല. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ ഇഫ്റാദുല്ലാഹി തആല بجميع أنواع العبادة الظاهرة والباطنة قولا وعملا ونفي العبادة عن كل ما سوى الله كائن من كان. അള്ളാഹുവിനെ ഒറ്റയാക്കുക, ഇഫ്റാദുല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിജമീഇ അൻവാഇൽ ഇബാദ, ഇബാദത്തിൽ എന്തൊക്കെയുണ്ടോ അതിൽ അള്ളാഹുവിനെ ഒറ്റയാക്കുക, അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പൊ എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള, വളരെ വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു സംജ്ഞയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന, അള്ളാഹുവിന് ഇഷ്ടമുള്ള, രഹസ്യമോ പരസ്യമോ ആകുന്ന ഏതൊരു വാക്കോ പ്രവൃത്തിയോ ഇബാദത്തിന്റെ പരിധിയിൽ വരും. ഇതാണ് ഉലമാക്കൾ അതിനെ വിശദമായി, അതിൽ ഇനി ഒന്നുമില്ല, ഇനി ഒന്നും ഒഴിവാക്കാനില്ല, ഒന്നും ചേർക്കാനുമില്ല, എല്ലാം പെട്ടു. എന്താണ് വേണ്ടത്? അള്ളാഹുവിന് തൃപ്തികരമാകണം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതുമാകണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന വാക്കോ പ്രവൃത്തിയോ, അത് രഹസ്യമോ പരസ്യമോ ആകട്ടെ, എല്ലാം അതിൽ ഉൾപ്പെടും. നമ്മളുടെ ജീവിതം മുഴുവനായും രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള സമയം നമ്മൾ ഉദ്ദേശിച്ചാൽ ഇൻഷാ അള്ളാഹ് ഇബാദത്താക്കി മാറ്റാൻ പറ്റും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. വെള്ളം കുടിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. എന്തിന് വെള്ളം കുടിക്കണം? ജീവൻ നിലനിൽക്കണം. ജീവൻ നിലനിൽക്കുന്ന എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ. ഭക്ഷണം കഴിക്കുന്ന എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ. ആരോഗ്യം എന്തിനാണ്? ഇബാദത്തിന് വേണ്ടി, അല്ലെ? ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. സഹോദരങ്ങൾക്കിടയിൽ നീതിയോടുകൂടി, സ്നേഹത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി വർത്തിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇങ്ങനെയായി മാറുമ്പോൾ സഹോദരങ്ങളെ, നമ്മളുടെ അനക്കവും അടക്കവും, നമ്മളുടെ ഇരുത്തവും നിറുത്തവും, നമ്മളുടെ ഓരോ ശ്വാസവും ഇബാദത്തിലായി മാറുന്നു ഇൻഷാ അല്ലാഹ്. ഇതാണ് ഇസ്ലാമിന്റെ ഇബാദത്ത് എന്ന സങ്കല്പം. കേവലം 5 നേരം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, വർഷത്തിൽ ഒരു മാസം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു എല്ലാം കഴിഞ്ഞ് എല്ലാ പാപങ്ങളും ചെയ്തത് കഴുകി കളയുവാൻ എന്ന പേരിൽ ഒരു ഹജ്ജ്, അങ്ങനെയല്ല. മറിച്ച് ഓരോ നിമിഷവും ഇബാദത്താണ്. അപ്പോൾ തൗഹീദുൽ ഇബാദ എന്നുകൂടി ഈ തൗഹീദുൽ ഉലൂഹിയ്യ അറിയപ്പെടുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ആ രീതിയിൽ തൗഹീദുർ റുബൂബിയ്യയും ഉലൂഹിയ്യയും അറിഞ്ഞ രീതിയിൽ തന്നെ അള്ളാഹുവിന് മാത്രമേ ആരാധ്യതയുള്ളൂ. ഇത് കേവലം ഒരു ഖുതുബയിൽ ഒതുക്കാൻ സാധിക്കുന്ന വിഷയമല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയാൻ ഒരുപാടുണ്ട്. ആ ഇബാദത്തുകളിൽ ഒന്നിൽ പോലും ഒരു രീതിയിലും പങ്കുചേർക്കാൻ പാടില്ല. ശിർക്ക് എന്നത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മളുടെ വിഷയം അതായിരിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ. തൗഹീദ് പറഞ്ഞാൽ പിന്നെ ശിർക്ക് പറയാതെ പോകരുത്. പക്ഷെ രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, അത്ര വിശാലമായ വിഷയങ്ങളാണ്. തൗഹീദിന്റെ എതിരാണ് ശിർക്ക്. ശിർക്ക് നമ്മളിൽ വന്നുകൂടാ. അറിഞ്ഞ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാം അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വത്തബഈൻ വമൻ ബിഹുദാഹും ഇക്തഫ. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, തൗഹീദുർ റുബൂബിയ്യയും ഉലൂഹിയ്യയും വളരെ ചുരുങ്ങിയ രീതിയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. എന്താണ് തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്? അള്ളാഹുവിന് അസ്മാകളുമുണ്ട്, സിഫാത്തുകൾ. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അതുപോലെ തന്നെ വിശേഷണങ്ങളുമുണ്ട്. ഇത് രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കും. റഹ്മാൻ, റഹീം അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അള്ളാഹു ഖുർആനിലുടനീളം പറയുന്നതായി കാണാം. ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് എന്തും അവൻ ചെയ്യുന്നവനാണ്. ഇത് സിഫത്തിന്റെ ഒരു ഉദാഹരണം. അപ്പോൾ ഈ അസ്മാകളാകട്ടെ, സിഫത്തുകളാകട്ടെ, അള്ളാഹുവിന്റെ നാമങ്ങളാകട്ടെ, ഗുണവിശേഷണങ്ങളാകട്ടെ, ഇതേതും അള്ളാഹുവിന് കൽപ്പിച്ചു കൊടുത്ത നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കും. അതാണ് തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. ഇതിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്നാൽ ശിർക്കാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവെ പോലെ കാണും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സറിയുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ഇവിടെ ഒരുപാട് പേർ പാടി നടന്നിട്ടുണ്ട്. ഇന്നതൊന്നും കേൾക്കാനില്ല എങ്കിലും അൽഹംദുലില്ലാഹ്. പക്ഷേ അതിനേക്കാൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനേക്കാൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. എത്ര തന്നെ ഭൗതിക വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും വിശ്വാസ കാര്യങ്ങളിൽ ഈ രീതിയിലുള്ള പുഴുക്കുത്തുകൾ എന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. ഖേദകരമെന്ന് മാത്രമല്ല, അതിനെതിരെ ജിഹാദ് ചെയ്യൽ നമ്മളുടെ ബാധ്യത കൂടിയാണ്. നാവുകൊണ്ടെങ്കിൽ നാവുകൊണ്ട്, കൈകൊണ്ടെങ്കിൽ കൈകൊണ്ട്, തൂലിക കൊണ്ടെങ്കിൽ അങ്ങനെ, സമ്പത്ത് കൊണ്ടെങ്കിൽ അങ്ങനെ, ഏതു രീതിയിലും കഴിയുന്നത് പോലെ ഇതിനെതിരെ ജിഹാദ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് അള്ളാഹു ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു കാണുന്നത് പോലെ മറ്റാരും കാണില്ല, അള്ളാഹു കേൾക്കുന്നത് പോലെ മറ്റാരും കേൾക്കില്ല, അള്ളാഹു അറിയുന്നത് പോലെ മറ്റാരും അറിയില്ല. അള്ളാഹുവിനെ ഉള്ളൂ ഇതെല്ലാം എന്നുള്ളതാണ് തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുത്തെ കൂടെ ഒരു കഴുതപ്പുറത്തിരുന്ന് നബിയുടെ പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? ഏ മുആദേ, നിനക്കറിയുമോ അള്ളാഹുവിനെ അവന്റെ ദാസന്മാരുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ മുആദ്? വമാ ഹഖ്ഖുൽ ഇബാദ് അലല്ലാഹ്? അങ്ങനെ ഒരു അവകാശം പൂർത്തീകരിക്കപ്പെട്ടാൽ അള്ളാഹുവിൽ നിന്നും അവന്റെ അടിയാന്മാർക്ക് കിട്ടാനുള്ള അവകാശവും എന്താണെന്ന് അറിയുമോ മുആദേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഖാല ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അവന്റെ അടിയാന്മാരിൽ നിന്നും ലഭിക്കാനുള്ള അവകാശം എന്താണെന്നോ, അയ്യഅബ്ദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. സഹോദരങ്ങളെ, വാക്ക് ശ്രദ്ധിക്കുക. വലാ യുശ്രികൂ ബിഹി അഹദ എന്നല്ല നബി പറഞ്ഞത്. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നല്ല, ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ഇവിടെയാണ് ശിർക്ക് എന്ന വിഷയം പ്രസക്തമാകുന്നത്. അള്ളാഹുവിൽ ഏതെങ്കിലും ഷെയ്ഖിനെ കൂട്ടി വിളിച്ച് ഏതെങ്കിലും ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കും ഇബാദത്ത് ചെയ്യുന്നതോ അല്ല. മാത്രമല്ല ശിർക്ക്, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ത്വയ്യിബ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു പരമ പരിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹുവിന് പരിശുദ്ധമല്ലാത്ത ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല, പറ്റില്ല. അള്ളാഹുവിന് അതങ്ങനെയാണ്. അള്ളാഹുവിന്റെ സിഫത്തിന് അത് എന്താകില്ല, യോജിക്കില്ല. അതുകൊണ്ട് തന്നെ പരമപരിശുദ്ധമായ അമലുകളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകൂ. നമ്മളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൽ ഒന്നും പങ്കു ചേർക്കപ്പെടാൻ പാടില്ല, റിയാ കലരാൻ പാടില്ല, മറ്റാരുടെയെങ്കിലും തൃപ്തി പാടില്ല, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ പാടുള്ളൂ എന്നാണ് ഈ പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത് വളരെ സൂക്ഷ്മമായ ഒരു വിഷയമാണ്. എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചാലാണ് അള്ളാഹുവിന് നമ്മളിൽ നിന്ന് ലഭിക്കാനുള്ള ഈ അവകാശത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അതാണ്, വലാ യുശ്രികൂ ബിഹി ശൈഅ, ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത് എന്നല്ല, കുറെ കൂടി
ആഴത്തിലുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. വഹഖുൽ ഇബാദി അലല്ലാഹ്, അങ്ങനെ ഒരു അവകാശം പൂർത്തീകരിക്കപ്പെട്ടാൽ അള്ളാഹുവിൽ നിന്നും ഇബാദുകൾക്കൊരു ഒരു ഹക്കുണ്ട്, ഒരു അവകാശമുണ്ട്. എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈആ. ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരുന്ന ആളുകളെ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ അവകാശം. സഹോദരങ്ങളെ, ഈ രീതിയിൽ തൗഹീദിനെ സ്ഫുടം ചെയ്തെടുത്തെങ്കിലേ സകല റിയാഇൽ നിന്നും സുബ്ഹത്തിൽ നിന്നും ഉജ്ബിൽ നിന്നും ഇതെല്ലാം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ശിർക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് സംസാരിക്കാം. എല്ലാത്തിൽ നിന്നും ഈ തൗഹീദിനെ സ്ഫുടം ചെയ്തെടുത്തെങ്കിലേ ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനമുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ തൗഹീദിൽ യാതൊരു കറയും പുരളാതെ, ഒരു നിലക്കമുള്ള പുഴുക്കുത്തുകളും ഏൽക്കാതെ, ഒരു പൊടിയും ഏൽക്കാതെ വളരെ ശുദ്ധമായ തൗഹീദിന്റെ ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് എറണാകുളം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ ജില്ലാ പ്രചരണ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്. തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്നുള്ളതാണ് പ്രമേയം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പങ്കെടുക്കുക. തൗഹീദ് എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവുക. തൗഹീദ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആ തൗഹീദിന്റെ വാഹകരും പ്രചാരകരും അതുപോലെ പ്രയോക്താക്കളും ആ തൗഹീദ് കൃത്യമായി അടിയുറച്ച് മനസ്സിലേക്ക് സ്വീകരിക്കുന്നവരുമാവുക. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടി എല്ലാവർക്കും അറിയുക. അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട്, കൈഫ തഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം മിൻ അസ്നാം. നിന്റെ ഹൃദയത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളെ നീ എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്ക് പറയാൻ സാധിക്കുക? ഹൃദയത്തിൽ മാഫി ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നുവോ, ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് എന്റെ ഹൃദയത്തിൽ സ്ഥാനം ഇലാഹായി സ്ഥാനം അല്ലാഹുവിനെ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ശബ്ദമിടരാതെ എപ്പോൾ പറയാൻ സാധിക്കുന്നു, അപ്പോഴാണ് തൗഹീദിന്റെ സാക്ഷാത്കാരം നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഈ രീതിയിൽ തൗഹീദിന്റെ ഏറ്റവും പരമമായ പരിശുദ്ധമായ രൂപം തന്നെ നമ്മളുടെ രൂപമാവുക, നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ മനസ്സറിയുന്ന അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ തൗഹീദിന്റെ വെളിച്ചം അത് ലഭിച്ചവരാണ് നമ്മൾ, അൽഹംദുലില്ലാഹ്. എന്നാൽ ഇത് ലഭിക്കാതെ ഇതിൽ ഈ ളലാലത്തിന്റെ മാർഗത്തിൽ ഉഴലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു ഈ തൗഹീദിന്റെ വെളിച്ചം നൽകുകയും നമുക്കും അവർക്കും അല്ലാഹു ഹിദായത്തിന്റെ പ്രകാശം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്ത് ഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين.